ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവൻ ഇടവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് ബലം തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയത്തിനായി ഒരു വാക്യം വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. ലൂക്കോസ് 10-ാം അധ്യായം 42-ാം വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നമുക്ക് വേണ്ടതെന്താണ്? എന്നാ അതിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടതെന്താണ്? ഒന്നു മതി. അല്ലെങ്കിൽ 3 ചിന്തകൾ ആ ബന്ധത്തിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ വേണ്ടത്? ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടതെന്താ? 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞായിരുന്നു, എന്നെ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെയേ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ? ഇതേപോലെ പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഇവിടെ യേശുക്രിസ്തു പറയുന്നു, മാർത്തയോടാണ് ആ സംസാരിക്കുന്നത്. ഞാൻ പശ്ചാത്തലമൊന്നും ഒരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് മതി, അല്പമേ വേണ്ടൂ, ഒന്ന് മതി. നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? അത് ഞാൻ പറഞ്ഞ 3 ചിന്തകൾ ക്രിസ്തീയ ജീവിതത്തെ ഒതുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ശരിയാണ്, ചെയ്തു കൂട്ടുന്നതിൽ തെറ്റില്ല. കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, ചെയ്യുന്നു. ഇവിടെ യേശുക്രിസ്തു ബെഥാനിയിൽ വന്നപ്പോൾ മാർത്തയും മറിയയും അവനെ സ്വീകരിച്ചു. മാർത്ത ശുശ്രൂഷയുടെ കാര്യങ്ങൾ നോക്കി, മറിയ കർത്താവിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ മറിയ മാർത്തയെ സഹായിക്കാതെ വന്നപ്പോൾ മാർത്ത അസ്വസ്ഥയാകുകയും അത് യേശുവിന് മുൻപിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. അവൾ അങ്ങനെ അവളുടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ കർത്താവായ യേശു അവളോട് പറഞ്ഞ ഒരു മറുപടിയാണ് നാം ലൂക്കോസ് 10-ാം അധ്യായത്തിൽ വായിച്ചത്. അതിന് 41 കൂടെ വായിച്ചാൽ ശരിയാകും. കർത്താവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. അപ്പോൾ മാർത്തയെ സംബന്ധിച്ചോളം പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് പല കാര്യങ്ങൾ വ്യാപൃതയായി അതിനെക്കുറിച്ച് അവളുടെ മനം കലങ്ങിയിരിക്കുന്നു. യേശു മനസ്സിലാക്കി. അവളോട് പറയാ, ഞാൻ അല്പം മതി, അല്ലെങ്കിൽ ഒന്ന്, അല്പമേ വേണ്ടൂ, ആവശ്യം അല്പം മതി, ഒന്ന് മതി. എന്താണത്? ആ ബന്ധം നേരത്തെ പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന്, ക്രിസ്തീയ ജീവിതം നമുക്ക് വേണ്ടതെന്താണ്? ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. പൗലോസ് ഇവിടെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്, ചിന്താവലപ്പെടരുത്. പിന്നെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എൻ്റെ ഭാഷയിൽ അത് ഞാനിങ്ങനെ പറയുക, ആശ്രയ ജീവിതം. നമുക്ക് വേണ്ടത് ദൈവാശ്രയ, ട്രസ്റ്റിംഗ് ലൈഫ്.
ആശ്രയിക്കുന്ന ജീവിതം. എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് പറയുകയും ദൈവത്തിന് പ്രാപിക്കുകയും ചെയ്യുന്ന, ചിന്താകുലപ്പെടാൻ ഹൃദയത്തെ ചിന്താകുലത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ജീവിതം നല്ല കാര്യമാണ്. ഇത് പറയുന്നവന് വട്ടാണെന്ന് ആളുകൾ ചിന്തിക്കും. കാരണം അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ, ഞാൻ ഭാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആര് ഭാരപ്പെടാനായിരിക്കുന്നത്? ഞാനില്ലെങ്കിൽ ആര് ദുഃഖിക്കാനായിരിക്കുന്നത്? പിന്നെ ആര് ചെയ്യാനാ? ശരിയാണ്. ഇവിടെ ദൈവവചനം പറയുന്നു, ഞാനല്ല, ദൈവവചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവ് പറഞ്ഞായിരുന്നു, നിങ്ങൾ വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും കഴിയില്ല. നമുക്കറിയാം, പക്ഷേ നമ്മൾ വിചാരപ്പെടും. ഭാരം ചുമന്ന് ആകെ അവശരാണ്. കാരണം എന്താണെന്നറിയാമോ? ആശ്രയമില്ല. 3 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആശ്രയമില്ല. നമുക്ക് വേണ്ടത് ആശ്രയ ജീവിതമാണ്. ഞാൻ പല കാര്യങ്ങളോട് ബന്ധത്തിൽ സ്ഥിരം പറയാറുള്ള ഒരു വാക്യമാണല്ലോ, യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിലുള്ള സ്ഥിരമനസ്സൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഇവിടെ പറയുന്നു, ഫിലിപ്പിയർലേഖനത്തിൽ പറഞ്ഞത് 4:7, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ബുദ്ധിക്കതീതമായ ദൈവസമാധാനം നിങ്ങൾക്ക് അവകാശമാകുമെന്ന്. എങ്ങനെ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സകലത്തിലും കർത്താവിൽ ആശ്രയിച്ചാൽ. പിന്നെയും ഞാൻ മുൻപ് പറഞ്ഞ ഒരു വാക്യം വീണ്ടും ഓർപ്പിക്കുന്നു. യിരെമ്യാപ്രവചനം 17-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ തൻ്റെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മളെ സാധാരണ ആരെ ആശ്രയിക്കുന്നോ ആ ആളിനോടാണല്ലോ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുക. അന്യരോട് പറഞ്ഞാൽ എന്ത് പ്രയോജനം? അപ്പോൾ കർത്താവിൽ തന്നെ ആശ്രയിക്കുന്നുവെങ്കിൽ, കർത്താവിൽ തന്നെയാണ് നമ്മുടെ ആശ്രയം, മറ്റൊരു ആശ്രയമാർഗവും നമുക്കില്ല എങ്കിൽ നാം നമ്മുടെ കാര്യങ്ങളെല്ലാം അവനോട് പറയും. മാത്രമല്ല, ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞായിരുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ, എന്നിട്ട് ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഞാൻ എൻ്റെ സ്വന്തം വാക്കുകൾ പറയുന്നതല്ല. എല്ലാ കാലത്തും, സുഖകാലത്തും കഷ്ടകാലത്തും വേദനയിലും രോഗത്തിലും ആപത്തിലും വേർപാടിലും ദുഃഖത്തിലും അവശതയിലും അവനിൽ ആശ്രയിപ്പേൻ. വേറെ ഭാഗത്ത് കാണുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയുടെ ജോലി മറയ്ക്കുകയാണ്. എന്ത് ആക്രമണം വന്നാലും മറയ്ക്കുന്ന ജോലിയാണ് പരിചയക്കുള്ളത്. അപ്പോൾ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. അപ്പോൾ യഥാർത്ഥ ആശ്രയ ജീവിതം നാം പരിശീലിച്ചാൽ, നാം അനുഭവിച്ചാൽ ക്രിസ്ത്യ ജീവിതം ധന്യം. എല്ലാ കാലത്തും യഹോവ തന്നെ തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എത്ര ധന്യമാണ് ജീവിതം എന്നും പറഞ്ഞ് ദുഃഖം വരികയില്ലെന്ന് ഞാൻ പറയുന്നില്ല, വേദന വരികയില്ലെന്ന് പറയുന്നില്ല, കണ്ണുനീർ വരികയില്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടത് ആശ്രയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം ആശ്രയ ജീവിതമാണ്. കർത്താവിൽ തന്നെ ആശ്രയിക്കാത്ത,
ആ വാക്യം തന്നെ ഞാൻ വായിക്കാം. കർത്താവിൽ തന്നെ ആശ്രയിക്കാത്ത ജീവിതമാണ് നമ്മുടേതെങ്കിൽ ദുഃഖകരമാണ് അവസ്ഥ. പ്രവചനം 17-ാം അധ്യായം 5-ാം വാക്യം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടു മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടു മാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് വലിയ വാചകങ്ങൾ നാം ഫിറ്റ് ചെയ്യാൻ മിടുക്കരാണ്. എന്നാൽ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമില്ല. കാരണം ആശ്രയം മനുഷ്യനിലാണ്. 20-ാം സങ്കീർത്തനത്തിൽ ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുന്നു. അടുത്ത അവർ കുഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നൂർന്നു നിൽക്കുന്നു. യഥാർത്ഥ ആശ്രയ ജീവിതം. യശയാപ്രവചനത്തിൽ ഇങ്ങനെ കാണാം, ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതിലും നിങ്ങളുടെ ബലം. യശയാപ്രവചനം 30-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ആശ്രയിക്കുന്നതാണ് ദൈവാശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, കർത്താവ് എനിക്ക് തുണ, ദൈവത്തിൽ തന്നെ ഞാൻ ആശ്രയിക്കുന്നു. ദാവീദ് പറഞ്ഞായിരുന്നു, ബാല്യം മുതൽ എൻ്റെ ആശ്രയം നീയാണ്. വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. സാദൃശ്യവാക്യത്തിൽ 3-ാം അധ്യായത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അപ്പോൾ ആശ്രയ ജീവിതമാണ് നമുക്കെങ്കിൽ, പിതാക്കന്മാരെ പോലെ കഴിഞ്ഞ തലമുറകൾ ജീവിച്ചിരുന്ന ഭക്തന്മാരെ പോലെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന സ്വഭാവമാണ് നമുക്കെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് പറയും, മറ്റാരോടും പറയില്ല. അങ്ങനെ കർത്താവിനോട് നാം പറഞ്ഞാൽ ഒരിക്കലും കർത്താവ് ലജ്ജിപ്പിക്കുകയുമില്ല. അപ്പോൾ ആശ്രയ ജീവിതം എനിക്കും നിങ്ങൾക്കും വേണ്ടത്, നാം വായിച്ച ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അറിയിക്കുക അത്രേ വേണ്ടത്. വേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ചെയ്യരുതെന്നല്ല, മറ്റൊന്ന് ചെയ്യണമെന്നല്ല, ഇതേ ഉള്ളൂ, നീ അറിയിക്കേ. സ്തോത്രം. മാത്രമല്ല, കുറച്ചുകൂടെ നോക്കിയാൽ ഇനി ലോഗോസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. എന്താണ് അവിടെ കാണുന്നത്? മറിയ കർത്താവിൻ്റെ പാദത്തിലിരുന്നു. അതിൻ്റെ ലൂക്കോസ് 10:39 വാക്യം, അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്നു, അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അടുത്ത് കാണുന്നത് മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. അപ്പം ഒത്തിരി ജോലി ഉണ്ടായിരിക്കും. എന്നാണല്ലോ വളരെ എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കും നമ്മുടെ വീട്ടിൽ ഒത്തിരി ജോലിയുള്ളപ്പോൾ ഒരാൾ നമ്മെ സഹായിക്കാൻ ആളുണ്ടായിട്ടും നമ്മെ സഹായിക്കാതിരുന്നാൽ, വേണ്ടതുപോലെ നാം പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് സഹായം എത്തിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും നമുക്കും ഭാരമുണ്ടാകും. അപ്പോൾ മറിയ ചെയ്തത് എല്ലാം മറന്ന് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ പണിയോ മറ്റൊന്നും ചെയ്യുന്നില്ല, കർത്താവിൻ്റെ പാദത്തിലിരുന്നു, യേശുവിൻ്റെ പാദത്തിലിരുന്നു. വിശ്രമിക്കുക, ഭാരങ്ങളില്ലാതെ, അത് ചിന്താകുലമില്ലാതെ കർത്താവിൻ്റെ പാദത്തിൽ നിന്നപ്പോൾ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നു. അവൾക്ക് മറ്റൊന്നും ചിന്തയില്ല. ശരിക്കും പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, അവളുടെ സഹോദരി ശുശ്രൂഷയാൽ കുഴങ്ങുകയാണ്, ബന്ധപ്പെടുകയാണ്, അതൊന്നും അവൾ ചിന്തിക്കുന്നില്ലല്ലോ. അതിൻ്റെ ഫലമായിട്ടാണല്ലോ അവളെ കുറ്റപ്പെടുത്തിയത്. അപ്പോൾ അതിൽ കർത്താവ് ഇടപെട്ട് പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി.
മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ? വിശ്രമിക്കുക. ഞാൻ യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൽ ഒരു വാക്യം പറഞ്ഞു, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുക. വിശ്രമ ജീവിതം, ആശ്രയ ജീവിതം മാത്രമല്ല, വിശ്രമ ജീവിതം ഇന്ന് കാണാൻ പറ്റാത്തതും എന്താണ്? മനസ്സ് വിശ്രമിക്കുന്നില്ല. എപ്പോഴും ചിന്താകുലമാണ്, എപ്പോഴും ടെൻഷനാണ്, എപ്പോഴും ആദിയാണ്. വിശ്രമിക്കാൻ സാധിക്കുന്നില്ല. തൽഫലമായി അസ്വസ്ഥതകൾ. കർത്താവിൻ്റെ പാദത്തിൽ ചെന്ന് അവനോടുകൂടി ഇരിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ല. ബിസിയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും മറ്റുമായി മണിക്കൂറുകൾ ചെലവഴിക്കാൻ സമയമുണ്ട്. കർത്താവിൻ്റെ പാദത്തിലിരുന്ന് അവൻ്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് നേരമില്ല. ആധുനിക തലമുറയുടെ, പ്രത്യേകിച്ച് ആത്മീയ തലമുറയുടെ പ്രധാന കുഴപ്പം ഇവിടെയാണ്. കർത്താവിൻ്റെ പാദത്തിലിരുന്നത് മറ്റൊന്നും ചിന്തയില്ല, എല്ലാം മറന്നു. ദൈവത്തോട് പോയി അടുത്തിരിക്കുന്ന ആൾക്കറിയാം അതിൻ്റെ പ്രത്യേകത. ഇന്നത്തെ തലമുറയ്ക്ക് നേരമില്ല, ബിസിയാണ്. അയ്യോ, എവിടെ സമയം? ദൈവവചനത്തിൽ ഒട്ടിരിക്കാൻ, ദൈവത്തിൻ്റെ പാദത്തിൽ, കർത്താവിൻ്റെ പാദത്തിൽ അവൻ്റെ ശബ്ദം കേൾക്കാൻ സമയമില്ല. ഒട്ടും സമയമില്ല, ഒട്ടും നേരമില്ല. ചിലരോട് പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ പാസ്റ്റേ സമയമില്ല, സമയമില്ല. എപ്പോഴും പറയുന്ന സമയം, ശരിയാ പ്രാർത്ഥിക്കണം, ഒക്കെ ശരിയാ, സമയമില്ല. എന്നാ സമയം ഉണ്ടാകുന്നേ? കഴിഞ്ഞ തലമുറയിൽ ജീവിച്ച ഭക്തന്മാർ ഇന്നും അവരുടെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരന് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ ഞാൻ ഒറ്റയ്ക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വേറെ ഒരു ജോലിയും എനിക്കില്ല. എനിക്ക് അത്ഭുതമായിപ്പോയി. ഇതുപോലെ ചിലർ അവിടെ ഇവിടെ ആയിട്ടൊക്കെ അവരുടെ സമയം മാറ്റിവെച്ച് കർത്താവിനോട് കൂടിയിരുന്ന് ഉറക്കത്തേക്കാൾ, ലോകത്തിൻ്റെ സൗകര്യങ്ങളെക്കാൾ എല്ലാം മാറ്റിവെച്ച് കർത്താവിനോട് കൂടിയിരുന്ന് അതിൻ്റെ രസം മനസ്സിലാക്കിയവർ, അതിൻ്റെ ഭാഗ്യം മനസ്സിലാക്കിയവർ ലോകത്തിൽ മറ്റെല്ലാം തരാമെന്ന് പറഞ്ഞാലും ഇത് വിട്ടു മാറത്തില്ല. വിശ്രമിക്കുക. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ സുവിശേഷങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. നിങ്ങൾ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവീൻ. പക്ഷേ അന്നേരത്തും ആളുകൾ അവരെ തിരക്കിപ്പോയി. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു, എന്നോട് കൂടെ. ഒരു വീട്ടിൽ അപ്പനും മക്കളും എല്ലാം ഉണ്ട്. പക്ഷേ 10 വർഷമായിട്ട് പിതാവിനോടൊരു മോൻ സംസാരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ മകൾ സംസാരിച്ചില്ലെങ്കിൽ ആ അപ്പന് സന്തോഷമായിരിക്കും, വലിയ സന്തോഷമായിരിക്കും അല്ലേ? പിതാവിനോട് ഒത്തിരിക്കാൻ അല്പസമയം കണ്ടെത്താൻ മകനോ മകൾക്കോ ഇല്ല എങ്കിൽ എത്ര ദുഃഖകരമാണത്. ഇതുപോലെ തന്നെയല്ലേ ക്രിസ്തീയ ജീവിതത്തിലും? മറ്റെല്ലാത്തിനും സമയമുണ്ട്. നിത്യതയുമായുള്ള ബന്ധത്തിൽ എന്നേക്കും കൂട്ടിരിക്കേണ്ടവൻ്റെ പാദത്തിൽ ഇവിടെ വെച്ചിരിക്കാൻ സമയമില്ല എങ്കിൽ അതത്ര ദുഃഖകരമാണ്. വിശ്രമ ജീവിതം. നമ്മൾ പറയുക, എനിക്കൊന്നും അറിയില്ല, എനിക്ക് നോക്കണേ, അവൾ ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അവൾ അന്ന് അവിടെ ചിന്തയില്ലാതെ ആ വീട്ടിൽ ഇരുന്നിട്ടും കർത്താവിൻ്റെ പാദത്തിലിരുന്നു, കർത്താവിൻ്റെ കാൽക്കലിരുന്നു, അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുക. അവളുടെ സഹോദരികളെ കുറ്റപ്പെടുത്തിയപ്പോൾ അതിന് യേശു പറഞ്ഞ മറുപടി ഇതാ,
അവൾക്ക് കലക്കവുമില്ല. മറ്റുള്ളവർ പറഞ്ഞതിൽ നിന്ന് അവൾ കലങ്ങുന്നില്ല. അവൾ ശാന്തിയാണ്, അവൾ വിശ്രമിക്കുകയാണ്. അതാ നല്ലത്, അത് മതിയെന്ന്, അതാ വേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ഉറക്കമില്ലാതെ കിടന്ന് വളരെ അധ്വാനിച്ച് പാടുപെട്ട് ജീവിതം പാഴാക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ പാദത്തിൽ നിന്ന് അവൻ്റെ ശബ്ദം കേട്ട്, ആ ശബ്ദം കേൾക്കുന്ന പോലെ, ആ ശബ്ദം ശ്രവിക്കുന്നത് പോലെ ആനന്ദകരം വേറെ എന്തുണ്ട്? അത് അനുഭവിച്ചവർക്കറിയാം. അതനുഭവിച്ചവർക്ക് അല്പം നാളത് കേട്ടില്ലെങ്കിൽ അതുപോലെ അസ്വസ്ഥമായ അനുഭവം വേറെയില്ല. ഈ നാളുകളിൽ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടത് വിശ്രമ ജീവിതമാണ്, നിനക്ക് വേണ്ടത് ആശ്രയ ജീവിതമാണ്, നിനക്ക് വേണ്ടത് വിശ്രമ ജീവിതമാണ്. മാത്രമല്ല, ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. പലതും അരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ അവസാനം, സ്തോത്രമത്രേ വേണ്ടത്. വേണ്ടതെന്താ? സ്തോത്രം. അതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നല്ലോ. അതിൻ്റെ അർത്ഥം സംതൃപ്ത ജീവിതം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞിരിക്കും, നോക്കുക. 2-ാം അധ്യായം 7-ാം വാക്യം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. അപ്പോൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക, എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവേഷ്ടം ഇതാണെന്ന് തിരുവചനം പറയുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-18. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. അപ്പോൾ സ്തോത്രം വരണമെങ്കിൽ, സ്തോത്രം അത്രേ വേണ്ടതെന്ന് പറഞ്ഞിരിക്കുമ്പോൾ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെങ്കിൽ അസംതൃപ്തിയുള്ള, അല്ലെങ്കിൽ ഞരക്കവും വേദനയും മറ്റ് ഭാരങ്ങളും ഒക്കെ കൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം വരില്ല. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ വായിച്ചത്, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പീൻ. സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പിൻ. ഞാൻ അതിന് പറയുക സംതൃപ്ത ജീവിതം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായിക്കണം. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. നിങ്ങൾ സകലത്തിലും വല്ലപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കണമെന്നല്ല, എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. നല്ല കാര്യമാണ്. സകലത്തിലും എന്ന് വരുമ്പോൾ ഉയർച്ചയിലും താഴ്ചയിലും, മാനം വരുമ്പോഴും അപമാനം വരുമ്പോഴും, നിന്ന വരുമ്പോഴും ബഹുമാനം വരുമ്പോഴും, രോഗത്തിലും സുഖത്തിലും ബലഹീനതയിലും ബലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. ഇതാ ദൈവേഷ്ടം. അപ്പോൾ ആശ്രയ ജീവിതം മാത്രമല്ല, അത് നമ്മെ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ജീവിതം സംതൃപ്തമാണ്. ഇന്ന് ആർത്തിയാണ്, കിട്ടിയതൊന്നും പോരാ, വല്ലാത്ത ആർത്തിയാണ്. എന്നാൽ സംതൃപ്തിയോടെ ഈ അലംഭാവത്തിലുള്ള ദൈവത്തിൽ നിന്നുള്ളതിന്
വാസ്തവത്തിൽ വരേണ്ടത് സംതൃപ്തിയോടെയുള്ള ദൈവഭക്തി. രണ്ടാമത് പഴയ ഭാഷയാണ്. സംതൃപ്തിയോടെ, തൃപ്തിയോടെ, പൂർണ്ണ തൃപ്തി. ക്രിസ്തീയ ജീവിതം സംതൃപ്ത ജീവിതം. കാരണം എൻ്റെ ആർത്തി മുഴുവൻ കർത്താവായ യേശു തീർത്തു. അതാ ഞാൻ പറഞ്ഞത്, ഈ 3 അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടത് ഇതാണ്. അല്പമേ വേണ്ടൂ, ഒന്ന് മതി, നിന്റെ ആവശ്യമെല്ലാം കർത്താവിനോട് പറ. 2, അവൻ്റെ പാദത്തിലിരിക്കെ എന്നും പറഞ്ഞ ജീവിതം മുഴുവൻ ഒന്നും ചെയ്യാതെ, ഒരു പണി ചെയ്യാതെ കുത്തിയിരിക്കണം ദൈവത്തോടു കൂടെ ആണെന്ന് പറഞ്ഞ അർത്ഥമല്ലല്ലോ. അതല്ലല്ലോ എൻ്റെ അർത്ഥം. കർത്താവിനോട് വേർപെട്ടിരിക്കുക, മനസ്സ് സ്വസ്ഥമായിരിക്കുക, അവനിൽ വിശ്രമിക്കുക, മാത്രമല്ല അവനിൽ സംതൃപ്തമാകുക. സംതൃപ്ത ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി. അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ തന്നെ ആശ്രയിക്കുന്ന, അവനിൽ വിശ്രമിക്കുന്ന, അവനിൽ സംതൃപ്തിയായ കർത്താവ് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. അതിന് പുറമെ അവനെ കവിഞ്ഞ എനിക്കൊന്നും വേണ്ട എന്നുള്ള മനോഭാവത്തോടെ അവനിൽ സംതൃപ്തരായി നാം ഇരുന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി. കർത്താവിനോട് അവൻ്റെ സ്നേഹം നമ്മളിൽ ഒഴുകും, അവൻ്റെ ആലോചന നമ്മളിൽ വ്യാപരിക്കും, അവൻ്റെ ഇഷ്ടം നാം ചെയ്യും, അവനിൽ നാം സമ്പൂർണരാകും. അവൻ്റെ ഇഷ്ടപ്രകാരം, അവൻ്റെ ആലോചന പ്രകാരം, അവൻ്റെ നാമ മഹിമയ്ക്കായി ജീവിച്ച് അവനെ പ്രസാദിപ്പിച്ച് അവൻ്റെ ധന്യത നമ്മിൽ വെളിപ്പെടുത്തി അവനോട് കൂടെ ചേരുവാൻ വെമ്പിക്കൊണ്ട് നാം മുന്നോട്ട് പോകും. ഒരു ശക്തിക്കും നമ്മെ തളർത്തുവാൻ സാധ്യമല്ല. ഇതാണ് ശരിയായ ക്രിസ്ത്യൻ ജീവിതം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. ആശ്രയ ജീവിതം, വിശ്രമ ജീവിതം, സംതൃപ്ത ജീവിതം, ഇതാ ക്രിസ്ത്യൻ ജീവിതം. ഇതിന് മറിച്ച് അവനിൽ ആശ്രയിക്കാതെ അതിന് പുറമേയുള്ള എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അത് വച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം പറഞ്ഞാൽ അത് ക്രിസ്തീയ ജീവിതമാകത്തില്ല. കർത്താവിൽ തന്നെ ആശ്രയിച്ച്, അവനിൽ വിശ്രമിച്ച്, അവനിൽ സംതൃപ്തരായി വേണ്ടതെല്ലാം അവൻ്റെ പാദത്തിലുണ്ട്. നമ്മുടെ ദാഹം തീർക്കാൻ കർത്താവ് പറഞ്ഞല്ലോ ശമരിയാസ്ത്രീയോട്, ഈ വെള്ളം കുടിക്കുന്നവർക്കെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നതിനോ അവൻ ഒരു നാളും ദാഹിക്കുകയില്ല, അത് അവൻ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിത്തീരും. അത് അവനിൽ അത് ഒരു കവിഞ്ഞൊഴുക്കാകും. അവിടെ കുറഞ്ഞു പോകുന്നതല്ല, കവിഞ്ഞൊഴുക്കാകും. ഇതാ ക്രിസ്തീയ ജീവിതം. ആ ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. നാഥാ, ക്രിസ്തീയ ജീവിതം എന്തെന്ന് ആശ്രയ ജീവിതം, വിശ്രമ ജീവിതവും സംതൃപ്ത ജീവിതവുമായി ഞങ്ങൾ കർത്താവിൽ സംതൃപ്തരായി സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി അങ്ങ് തികഞ്ഞവരായി കാണപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. എന്നെ കേൾക്കുന്നവരോട് അവിടുന്ന് സംസാരിക്കണമേ. കർത്താവായ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.